എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വാക്ക് ഒരുപാട് ഭാര്യമാരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാകും. ഭർത്താവ് അടുത്തുണ്ടായിട്ടും മനസ്സ് ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്ന അവസ്ഥ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ പറയാൻ തുടങ്ങുമ്പോൾ വഴക്കായി മാറുമോ എന്ന പേടി. പറയാതെ ഉള്ളിൽ വെച്ചാൽ മനസ്സിൽ വിഷമം കൂടി കൂടി വരുന്നു. അങ്ങനെ ഒരു ദിവസം ഭാര്യ ചിന്തിക്കും, എന്റെ ഭർത്താവ് എന്നെ ശരിക്കും മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ലെങ്കിൽ ഭാര്യയെ ശ്രദ്ധിക്കുന്നില്ല എന്നാണോ? എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരം മനസ്സിലാക്കുന്നതിൽ വരുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് പിന്നീട് വലിയ അകലങ്ങളായി മാറുന്നത്. ഒരു ഭാര്യയുടെ ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നു, വീട് വൃത്തിയാക്കുന്നു, അടുക്കളയിലെ പണി തീർക്കുന്നു, വീണ്ടും ഉച്ചഭക്ഷണം, വീണ്ടും പാത്രങ്ങൾ, വീണ്ടും കുട്ടികളുടെ കാര്യങ്ങൾ. അതിനിടയിൽ സ്വന്തം കാര്യങ്ങൾ പോലും പലപ്പോഴും മറന്നുപോകുന്നു. അവൾക്ക് ശരീരമായി ക്ഷീണിക്കുന്നു, മനസ്സായും ക്ഷീണമുണ്ടാകും. പക്ഷേ പലപ്പോഴും അവൾ അത് ആരോടും പറയാറില്ല. കാരണം എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യേണ്ടതല്ലേ എന്ന് കരുതി അവൾ മുന്നോട്ടു പോകും. വൈകുന്നേരം ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും. അന്നത്തെ ദിവസത്തെ ചെറിയൊരു വിഷമം, കുട്ടിയെക്കുറിച്ചുള്ള ഒരു കാര്യം, വീട്ടിലെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ വെറുതെ കുറച്ചു നേരം സംസാരിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷേ ഭർത്താവ് ജോലിയിൽ നിന്ന് ക്ഷീണിച്ചാണ് വരുന്നത്. അയാൾക്ക് വിശ്രമിക്കണം, ഫോൺ നോക്കണം, കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണം. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഭാര്യയുടെ മനസ്സിൽ അപ്പോൾ ഒരു ചിന്ത വരും, ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇവിടെയാണ് ഒരു ചെറിയ തെറ്റിദ്ധാരണ തുടങ്ങുന്നത്. ഭർത്താവിന് ഭാര്യയെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അയാൾ മിണ്ടാത്തത്. ഒരു പക്ഷേ അയാൾ ക്ഷീണിച്ചിരിക്കാം. അതുപോലെ തന്നെ ഭാര്യ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാനല്ല, അവൾക്ക് തന്റെ മനസ്സിലുള്ളത് പങ്കുവെക്കാൻ ഒരാൾ വേണമെന്നത് കൊണ്ടാണ്. ഇതാണ് ഭാര്യയും ഭർത്താവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില ഭാര്യമാർ പറയാറുണ്ട്, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കില്ല. ചില ഭർത്താക്കന്മാർ പറയാറുണ്ട്, ഞാൻ വീട്ടിൽ വന്നാൽ അവൾ എപ്പോഴും പരാതി മാത്രമാണ് പറയുന്നത്. ഇരുവരും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായിരിക്കാം. പക്ഷേ ഒരിക്കൽ മറ്റൊരാളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിന്തിച്ചു നോക്കണം. ഭാര്യയുടെ പരാതി കേൾക്കുമ്പോൾ ഭർത്താവ് ഉടനെ പരിഹാരം പറയാൻ ശ്രമിക്കേണ്ടതില്ല. ചിലപ്പോൾ അവൾക്ക് പരിഹാരം വേണ്ട, അവൾക്ക് കേൾക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അവൾ പറയട്ടെ, അവളുടെ വിഷമം തീരുന്നത് വരെ കേൾക്കട്ടെ. ശേഷം ഒരു ചെറിയ വാക്ക് പറയാം, നിനക്ക് വിഷമമായല്ലോ, ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു വാക്കിന് ചിലപ്പോൾ വലിയൊരു ആശ്വാസം നൽകാൻ കഴിയും. അതുപോലെ ഭർത്താവ് ഒരു പ്രശ്നം പറയുമ്പോൾ ഭാര്യയും ഉടനെ കുറ്റപ്പെടുത്തുകയോ ഉപദേശം നൽകുകയോ ചെയ്യാതെ ആദ്യം കേൾക്കണം. കാരണം ഒരു വിവാഹ ബന്ധത്തിൽ കേൾക്കുന്നത് സംസാരിക്കുന്നതിനേക്കാൾ പലപ്പോഴും പ്രധാനമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ. ഭാര്യയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അവളുടെ ഭാര്യ എത്ര നന്നായി വീട് നോക്കുന്നു, അവളുടെ ഭർത്താവ് എത്ര ശ്രദ്ധിക്കുന്നു, അവരുടെ കുടുംബം എത്ര സന്തോഷത്തിലാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ സ്വന്തം ബന്ധത്തെ തന്നെ വേദനിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. ഓരോ കുടുംബത്തിനും വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ട്. പുറത്തു നിന്ന് നമ്മൾ കാണുന്ന ഒരു കുടുംബത്തിന്റെ സന്തോഷം മാത്രം കണ്ടിട്ട് അവരുടെ ജീവിതം മുഴുവൻ സന്തോഷമാണെന്ന് കരുതാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കുന്നതിന് പകരം നമ്മുടെ ബന്ധം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് നോക്കാം. ചിലപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് വേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. അവൾ പുതിയൊരു വസ്ത്രം ധരിച്ചാൽ നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയുക. അവൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ നന്നായിട്ടുണ്ട് എന്ന് പറയുക. അവൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇന്ന് നീ വിശ്രമിക്കൂ, ബാക്കി ഞാൻ നോക്കാം എന്ന് പറയുക. അവൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുക. ഇതൊന്നും വലിയ കാര്യങ്ങളല്ല. പക്ഷേ ഒരു ഭാര്യയുടെ മനസ്സിൽ ഇതിന് വലിയ വിലയുണ്ട്. അതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിനും ചെറിയ ചെറിയ ശ്രമങ്ങൾ ശ്രദ്ധിക്കാം. അയാൾ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം. ജോലിയുടെ സമ്മർദ്ദം ഉണ്ടാകാം, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം, കുടുംബത്തെക്കുറിച്ച് പല ചിന്തകളും ഉണ്ടാകാം. പല പുരുഷന്മാരും അവരുടെ വിഷമങ്ങൾ തുറന്നു പറയാറില്ല. അവർ നിശബ്ദരാകും. അത് കണ്ടിട്ട് അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഭാര്യ കരുതേണ്ടതില്ല. ഒരു പക്ഷേ അയാൾക്കും ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ടാകും. പിന്നെ മറ്റൊരു വലിയ പ്രശ്നമാണ് ഫോൺ. ഇന്ന് പല വീടുകളിലും ഭാര്യയും ഭർത്താവും ഒരേ മുറിയിൽ ഇരുന്നിട്ടും അവരുടെ മനസ്സുകൾ തമ്മിൽ അകലെയാണ്.
ഭർത്താവ് ഫോണിൽ, ഭാര്യ ഫോണിൽ. ഒരാൾ സോഷ്യൽ മീഡിയയിൽ, മറ്റൊരാൾ വീഡിയോ കാണുന്നു. സംസാരിക്കാൻ സമയമില്ല. പക്ഷേ മണിക്കൂറുകളോളം ഫോൺ നോക്കാൻ സമയമുണ്ട്. ഇത് പതിയെ ബന്ധത്തെ ബാധിക്കും. അതുകൊണ്ട് ദിവസത്തിൽ കുറഞ്ഞത് കുറച്ച് സമയമെങ്കിലും ഫോൺ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കാം. 5 മിനിറ്റ് ആയാലും മതി, 10 മിനിറ്റ് ആയാലും മതി. ആ സമയം ഭർത്താവും ഭാര്യയും മാത്രം. ഇന്ന് ദിവസം എങ്ങനെയായിരുന്നു? ഇന്ന് ദിവസം എന്തൊക്കെ ചെയ്തു? എന്തെങ്കിലും വിഷമമുണ്ടോ? കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? നാളെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചാൽ പോലും ബന്ധത്തിൽ ഒരു അടുപ്പമുണ്ടാകും. ഇനി വഴക്കുകളെ കുറിച്ച് പറയാം. വഴക്കില്ലാതെ ഒരു വിവാഹം ഉണ്ടാകണമെന്നില്ല. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ വഴക്കിനേക്കാൾ പ്രധാനമാണ് വഴക്ക് എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നത്. കോപത്തിൽ പറയുന്ന ചില വാക്കുകൾ ഒരിക്കലും തിരികെ എടുക്കാൻ കഴിയില്ല. നീ എനിക്ക് വേണ്ട. നിന്നെ വിവാഹം കഴിച്ചത് എന്റെ തെറ്റാണ്. നിന്നേക്കാൾ നല്ല ഒരാളെ എനിക്ക് കിട്ടുമായിരുന്നു. ഇങ്ങനെയുള്ള വാക്കുകൾ കോപത്തിൽ പറഞ്ഞാലും മറ്റൊരാളുടെ മനസ്സിൽ അത് വളരെ ആഴത്തിൽ പതിയും. അതുകൊണ്ട് ദേഷ്യം വന്നാൽ കുറച്ച് സമയം മിണ്ടാതിരിക്കുക, വെള്ളം കുടിക്കുക, മറ്റൊരു മുറിയിലേക്ക് മാറി നിൽക്കുക, മനസ്സ് ശാന്തമായ ശേഷം സംസാരിക്കുക. പ്രശ്നത്തോടെ പോരാടുക, പരസ്പരം പോരാടരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആരാണ് ജയിച്ചത് എന്നല്ല ചോദിക്കേണ്ടത്, നമ്മുടെ ബന്ധം ജയിച്ചോ എന്നാണ് ചോദിക്കേണ്ടത്. കാരണം വിവാഹത്തിൽ ഭർത്താവ് ജയിച്ചാൽ ഭാര്യ തോറ്റു എന്നല്ല, ഭാര്യ ജയിച്ചാൽ ഭർത്താവ് തോറ്റു എന്നല്ല. ഇവിടെ രണ്ടുപേരും ജയിക്കണം, ബന്ധം ജയിക്കണം, സ്നേഹം ജയിക്കണം. ചിലപ്പോൾ ഭാര്യ പറയാറുണ്ട്, ഞാൻ എത്ര ചെയ്താലും അദ്ദേഹം കാണുന്നില്ല. ഭർത്താവും പറയാറുണ്ട്, ഞാൻ കുടുംബത്തിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. ഇരുവർക്കും ഒരേ പരാതിയാണ്, എന്റെ ശ്രമം മറ്റേയാൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണം, മറ്റേയാൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുക. ഭാര്യ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഭക്ഷണം തയ്യാറാക്കുന്നു, ഒന്ന് നന്ദി പറയുക, ഒന്ന് വെൽക്കം ചെയ്യുക. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നോക്കുന്നുണ്ടോ, ഒന്ന് നല്ലത് പറയുക, നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ നന്ദി എന്ന വാക്ക് വിവാഹത്തിൽ വളരെ ചെറിയതാണെന്ന് തോന്നാം, പക്ഷേ അതിന് വലിയൊരു ശക്തിയും കൂടിയുണ്ട്. ഇനി മറ്റൊരു കാര്യം, സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കരുത്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും സ്നേഹം കാണിക്കണം. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ലജ്ജിക്കേണ്ടതില്ല. ഒരു ചെറിയ പുഞ്ചിരി, ഒരു സ്നേഹത്തോടെ ചോദിക്കുന്ന ചോദ്യം, ഒരു ചെറിയ സമ്മാനം, ഒരുമിച്ച് ഒരു ചായ, ഒരുമിച്ച് കുറച്ച് സമയം, ഇതൊക്കെയാണ് ബന്ധത്തെ ജീവനോടെ നിലനിർത്തുന്നത്. സ്നേഹം മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, അത് മറ്റേയാൾക്കും അനുഭവപ്പെടുകയും വേണം. പിന്നെ ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്വകാര്യ കാര്യങ്ങൾ എല്ലാം മറ്റുള്ളവരോട് പറയുന്നതും ഒഴിവാക്കണം. ചിലപ്പോൾ ദേഷ്യം വന്നാൽ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട് എല്ലാം പറഞ്ഞു തീർക്കും. പക്ഷെ പിന്നീട് പ്രശ്നം ശരിയാക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ തന്നെ കിടക്കും. അതുകൊണ്ട് ഓരോ പ്രശ്നവും എല്ലാവരോടും പങ്കുവെക്കേണ്ടതില്ല. ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിശ്വസിക്കാവുന്ന വിവേകമുള്ള മറ്റൊരാളുടെ സഹായം തേടാം. പക്ഷേ ഓരോ ചെറിയ വഴക്കും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ബന്ധത്തെ കൂടുതൽ ദുർബലമാക്കും. ഇനി ഒരു ചോദ്യം, എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യം അദ്ദേഹം മനസ്സിലാക്കണം എന്ന് മാത്രം കാത്തിരിക്കാതെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വ്യക്തമായി പറയുക. എനിക്ക് നീ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് പകരം ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് സമയം ഫോൺ മാറ്റി വെച്ച് എന്നെ കേൾക്കണം എന്ന് പറയുക. നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം നീ ഇടയ്ക്കൊക്കെ എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചാൽ എനിക്ക് വളരെ സന്തോഷമാകും എന്ന് പറയുക. ഇങ്ങനെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ കുറയും, മനസ്സിൽ സമാധാനം കിട്ടും, മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഭർത്താവിനും പറയാനുള്ളതുണ്ടെങ്കിൽ തുറന്നു പറയണം. എനിക്ക് ജോലി സംബന്ധമായ സമ്മർദ്ദമുണ്ട്. എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം. നീ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ കേൾക്കാൻ ശ്രമിക്കും. ഇങ്ങനെ സംസാരിച്ചാൽ തെറ്റിദ്ധാരണകൾ കുറയും. ഓർക്കുക, മനസ്സിലാക്കൽ സ്വയം സംഭവിക്കുന്ന കാര്യമല്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഒരു ബന്ധത്തിൽ ചില ദിവസങ്ങൾ വളരെ സന്തോഷകരമായിരിക്കും, ചില ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കും, ചിലപ്പോൾ മനസ്സിലാക്കാതെ പോകും. അതാണ് ജീവിതം. പക്ഷേ ഓരോ പ്രശ്നം വന്നപ്പോഴും ഇനി ഈ ബന്ധം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കൂ, ഒന്ന് കേൾക്കൂ, ഒന്ന് ക്ഷമിക്കൂ, ഒന്ന് മാറി നോക്കൂ. കാരണം ചില ബന്ധങ്ങൾ അവസാനിക്കേണ്ടത് കൊണ്ടതല്ല തകരുന്നത്, സംസാരിക്കാതെ പോയത് കൊണ്ടാണ്. അവസാനം ഒരു കാര്യം മാത്രം പറയാം, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. നിങ്ങൾക്കും അദ്ദേഹത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. കാരണം നമ്മൾ രണ്ടുപേരും വ്യത്യസ്ത മനുഷ്യരാണ്. പക്ഷേ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. കോപത്തിനിടയിൽ സ്നേഹം മറക്കാതിരിക്കുക, പ്രശ്നത്തിനിടയിൽ പരസ്പരം ശത്രുക്കളായി മാറാതിരിക്കുക, പരസ്പരം ശത്രുക്കളായി കാണാതിരിക്കുക.
പുറത്തുള്ളവരുടെ ജീവിതം നോക്കി സ്വന്തം ജീവിതത്തെ വിലയിരുത്താതിരിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക. തെറ്റുകൾ ക്ഷമ ചോദിക്കുക. മറ്റേയാൾ സംസാരിക്കുമ്പോൾ കേൾക്കുക. സ്നേഹമുള്ളപ്പോൾ അത് പ്രകടിപ്പിക്കുക. കാരണം വിവാഹം ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതിന്റെ പേരല്ല, ഒരേ മനസ്സിലേക്ക് പതിയെ പതിയെ എത്തിച്ചേരുന്ന യാത്രയാണ്. ചിലപ്പോൾ വഴക്കുണ്ടാകും, ചിലപ്പോൾ കണ്ണുനീർ വരും, ചിലപ്പോൾ പരസ്പരം മനസ്സിലാക്കാതെ പോകും. പക്ഷെ അതിനിടയിലും നമ്മൾ ഒരുമിച്ചാണ് ഈ പ്രശ്നവും നമ്മൾ ഒരുമിച്ചാണ് പരിഹരിക്കുന്നത് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ ദാമ്പത്യ സ്നേഹം. അതിനാൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റം തുടങ്ങൂ. വഴക്കിലൂടെ അല്ല, സ്നേഹത്തോടെ സംസാരിക്കും. കുറ്റപ്പെടുത്തലിലൂടെ അല്ല, നിങ്ങളുടെ മനസ്സ് തുറന്നു പറയൂ. അദ്ദേഹം സംസാരിക്കുമ്പോൾ തിരിച്ചു മറുപടി പറയാൻ വേണ്ടി മാത്രം കേൾക്കാതെ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കൂ. കാരണം ചിലപ്പോൾ ഒരു ബന്ധത്തെ രക്ഷിക്കുന്നത് വലിയൊരു കാര്യമല്ല. ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ ക്ഷമ, ഒരു ചെറിയ ശ്രദ്ധ, ഒരു ചെറിയ സ്നേഹം, ഇത്രയും മാത്രം മതി. അവസാനം എന്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന വാക്കിന് പകരം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ബന്ധമായി നിങ്ങളുടെ ദാമ്പത്യം മാറട്ടെ. അള്ളാഹു എല്ലാ ദാമ്പത്യ ജീവിതങ്ങളിലും സ്നേഹവും സമാധാനവും ബർക്കത്തും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.